ലാലൂർ ദേവസ്ഥാനമേ അഭയം. കരിനീലിയമ്മേ ശരണം, കരിങ്കുട്ടി സ്വാമി ശരണം, വിഷ്ണുമായ സ്വാമി ശരണം, ലാലൂർ ദേവസ്ഥാനമേ അഭയം. നമസ്കാരം, ലാലൂർ ദേവസ്ഥാനത്താണ്. ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ സ്വന്തം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയാനാണ്. ഇതുവരെ എൻ്റെ സ്വന്തം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ഇന്നത് പറയേണ്ടതായിട്ട് വന്നു. നിങ്ങൾ വിശ്വസിക്കില്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാനത് പറയാൻ തീരുമാനിച്ചു. അതായത് എനിക്ക് അവിടെ നിന്നും നീ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയും. എനിക്ക് നല്ലൊരു പണി കിട്ടി. നല്ലൊരു പണി കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാമിയുടെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് അറിയാമല്ലോ. അതായത് നമ്മളെന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നത് പിന്നെ കാണില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലുത്. അതായത് ഏതോ നമ്മുടെ മഹാഭാരതത്തിലൊക്കെ കണ്ടിട്ടില്ലേ, മഹാഭാരതത്തിലല്ല, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു തമിഴ് സിനിമ വന്നു, നമ്മുടെ ഏതാ നയൻതാരയുടെ ഒരു അമ്പലം, ഒരു ദേവിക്കായിട്ടുള്ളത്. അതിലൊരു ഇത് കാണിക്കുന്നുണ്ട്. അവൻ എന്തോ ഒരു ആഗ്രഹം പറഞ്ഞ വഴിക്ക് അവന് വേണ്ടതായിട്ടുള്ള BMW കാറ്, വീട്, മറ്റത് മറിച്ചത് ഇതൊക്കെ ആ ദേവി കൊടുക്കുകയാണ്. മറ്റത് എല്ലാവരും പറയും എൻ്റെ ചിരി. ഞാൻ എന്തോ വീഡിയോ പറയുമ്പോൾ ഇപ്പം ചിരിയൊന്നും വരുന്നില്ല. അതുപോലത്തെ കണ്ടീഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പോഴേക്കും വഴിമാറിപ്പോയി. അതെൻ്റെ ശീലമാണല്ലോ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത്. മുഴുവൻ കേൾക്കില്ല എന്നുള്ളത് വേറെ കാര്യം. ഞാൻ പറയാനുള്ളത് ഇങ്ങനെ പറഞ്ഞു പോകണമെന്ന് മാത്രം. അതായത് ആ തമിഴ് സിനിമയിലുണ്ട്, എല്ലാം കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്തോ ഒരു കാര്യം ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിനുള്ള മറുപടി കിട്ടിയ വഴിക്ക് എല്ലാം കൊടുത്തതൊക്കെ തിരിച്ചെടുക്കും. അതുപോലെ തന്നെയാണ് ഈ കരിങ്കുട്ടി സ്വാമി. ക്ഷിപ്രപ്രസാദിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രകോപിയാണ്. അവിടെ ആരാണ് എന്നൊന്നുമില്ല. ഉപാസകനാണോ, ഞാൻ നിത്യം 2 നേരം നിവേദ്യം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ, അല്ലെങ്കിൽ ആൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരാളാണോ, അതൊന്നും അവിടെ വിഷയമല്ല. ആളുടെ അടുത്ത് ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് ചെയ്തില്ലേ, അത് എത്ര വലിയവനായാലും എന്തൊക്കെയാണ് അവിടെ ക്ഷമയില്ലാന്ന്. ഇത് പലരും പറയും വിഷ്ണുമായ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ചകൾ എന്ന ക്ഷമാപണമൊക്കെ ചെന്ന് പറഞ്ഞ, അല്ലെങ്കിൽ കരിങ്കുട്ടി സ്വാമിയുടെ അടുത്തൊക്കെ ചെന്ന് പറയുകയാണെങ്കിൽ ചേട്ടനോട് എന്ന് പറഞ്ഞ് ചേട്ടനെ കൊണ്ടൊക്കെ റിക്വസ്റ്റ്, അല്ലെങ്കിൽ കരിനീലമ അല്ലെങ്കിൽ കൂലിവാഗോടൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു മാറ്റം കാണിച്ചു തരും. കരിങ്കുട്ടി സ്വാമിയുടെ അടുത്ത് എളുപ്പമല്ല. എനിക്കുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഇത് വെറുതെ കുറേ പറഞ്ഞ് നീട്ടിയിട്ട് പോലല്ലോ. അതായത് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അതായത് എനിക്കൊരു ആവശ്യം വന്നപ്പോൾ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരിക്കില്ല ആദ്യമൊക്കെ 2 ചെയ്യാൻ. അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു ചെയ്ത്തുമേൻ എങ്ങനെ 2 ചെയ്യാൻ. ഇത് സ്വാമി ഞാനത് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തതാണ്. അതുപോലെ തന്നെ എൻ്റെ കയ്യമ്മ നവരത്ന മോതിരങ്ങളും ഇത് കാലങ്ങളായിട്ടുള്ളതാണ് കേട്ടോ. അല്ലാണ്ട് അമ്പലത്തിൽ വന്നതിന് ശേഷം കാലങ്ങളായിട്ട് എനിക്ക് സ്വാമി തന്നിട്ടുള്ളതാണ്. നവരത്ന മോതിരമൊക്കെ വർഷങ്ങളായിട്ടുണ്ട്. ഞാൻ പണ്ടും അങ്ങനെ തന്നെയാണ്. റാഡ വാച്ച്, റൈബൺ ഗ്ലാസ്, നവരത്ന മോതിരം, ഡയമണ്ടിൻ്റെ 25 കല്ല് ഡയമണ്ട് മോതിരം, ഇതൊക്കെ തന്നെയാണ് ഞാൻ ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ മരതക കല്ല് ധരിച്ചിട്ടുള്ള മോതിരം, ഇതൊക്കെ എൻ്റെ കാലങ്ങളായിട്ട് എൻ്റെ പഴയ വീഡിയോകളും ഫോട്ടോസൊക്കെ കണ്ടാൽ കാണാൻ അറിയാം. ഇതൊക്കെ എൻ്റെ കൂടപ്പിറപ്പാണ്. കൈ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൈ ചെയിനൊക്കെ ഉപേക്ഷിച്ചു. മറ്റതൊക്കെ രാശിയുടെ പുറത്ത് അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. മറ്റുള്ളതൊക്കെ ഉപേക്ഷിച്ചതാണ്. അതായത് എനിക്കൊരു 2 ചെയിൻ വന്നത് എൻ്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണുമായ സ്വാമിയാണ് എൻ്റെ ആദ്യം. കൃഷ്ണനാണ് എൻ്റെ കൂടെ. കൃഷ്ണനാന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യുമുണ്ട് കൃഷ്ണനുണ്ട്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഒറ്റ ദിവസം മുടങ്ങാണ്ട് മലയാള മാസം 1-ാം തീയതി ഗുരുവായൂരൊക്കെ പോയിരുന്നതാണ്. കൃഷ്ണൻ എൻ്റെ കൂടെയായിരുന്നു. എല്ലാവരും പറയും അത് ആളെ കൂടിയ കൃഷ്ണൻ എന്ത് ചോദിച്ചാലും എനിക്ക് തന്നിരുന്ന അത്രയും കാലങ്ങൾക്ക് തൊട്ട്. അപ്പോൾ ആ കൃഷ്ണനായിരുന്നു. ആ കൃഷ്ണൻ്റെ എൻ്റെ ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് സ്വാമിയായിട്ട് ഞാനൊരു കൂടിച്ചേരലുണ്ടായി. അപ്പോൾ സ്വാമിയുടെ ഒരു സ്വർണ്ണ ലോക്കറ്റും വന്നു. അപ്പോൾ രണ്ട് ചെയിൻ ഇടാനുള്ളത് ആർഭാടല്ലേ എന്ന് കരുതിയിട്ടാണ് ഒരു ചെയിന്മേ തന്നെ 2 ലോക്കറ്റ് ഇടാനുള്ളൊരു ഇത് ആ ചെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അങ്ങനെയാണ് അതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പണി കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നാൾക്ക് മുൻപ് ഒരു നടക്കാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് തലത്തിൽ നിന്നാണ് നടക്കേണ്ടത്. അതായത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നത്,
പാസ്സാവില്ല എന്ന് പറഞ്ഞാൽ അത് പെർമിഷൻ കിട്ടില്ല എനിക്ക്. യാതൊരു കാരണവശാലും കിട്ടില്ല, അത് തള്ളും എന്നുള്ളൊരു ഘട്ടത്തിലെത്തി. കാശ് എത്ര കൊടുത്താലും കാര്യമൊന്നുമില്ല, തള്ളും. അതായത് വേറെ ഒന്നല്ല, അവരുടെ കുറേ ഡോക്യുമെൻറ്റുകളിൽ പല പല പേരുകളാണ്. ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിൽ ഒരു പേര്, ഇലക്ഷൻ ID വേറൊരു കാര്യം, ബാങ്കിൽ വേറെ, വീട്ടും പേര്. അതായത് വേറെ ഒന്നല്ല, അവരുടെ അച്ഛൻ്റെ വീട്ടുപേരാണ് പല കാര്യത്തിലും, ഭർത്താവിൻ്റെ വീട്ടുപേരാണ് വേറൊരു കാര്യത്തിൽ, കുറേ കാര്യത്തിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുടെ മുകളിൽ പ്രശ്നങ്ങൾ. യാതൊരു കാരണവശാലും കിട്ടില്ല. അത് 2-3 ബാങ്ക് അക്കൗണ്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ കിട്ടും. എനിക്ക് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കറിയാം അത് ഇത്തിരി പ്രശ്നത്തിലാണ്, ഇനി എന്താ ചെയ്യുക, എനിക്കത് നിവൃത്തിയില്ല താനും. അങ്ങനെ ഡോക്യുമെൻ്റ് പാസ്സാവില്ല, ഉറപ്പായി 100% അത് പാസ്സാവില്ല. എന്നോട് പറഞ്ഞു അത് ഇനി താങ്കൾ എത്ര രൂപ കൊണ്ട് ആർക്ക് ഏത് ഉദ്യോഗസ്ഥനെ കൊടുത്തിട്ട് കാര്യമില്ല, അത് അവരുടെ കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടർ എടുക്കില്ല. പിന്നെ കാശ് കൊടുത്തിട്ട് ഉദ്യോഗസ്ഥൻ, പണ്ടൊക്കെ ആണെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹം നൽകി കാര്യങ്ങൾ നടത്താമായിരുന്നു. ഇപ്പം അത് പറ്റില്ല, ഇപ്പോൾ കമ്പ്യൂട്ടറാണ്. അവർ ചോദിക്കുന്ന ഡോക്യുമെൻ്റ് കൃത്യമായിട്ടല്ലേ, അത് റിജക്റ്റ് ആവും എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമുക്കിങ്ങനെ ഒരു മൂർത്തികളുള്ളതല്ലേ, ഞാനൊന്നുമില്ല, ഞാൻ വെറുതെ അവിടെ ഇരുന്ന് സ്വാമിയോട് പറഞ്ഞു, സ്വാമി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് റിജക്റ്റായിട്ടാണ് കാണണേ, സ്വാമി അതൊന്ന് പാസ്സാക്കി തരണം. പാസ്സാക്കി തന്നാൽ ഞാൻ കയ്യോടെ തന്നെ ഞാനൊരു കോഴി കുരുതി അന്നേക്ക് അന്ന് തന്നെ, അവിടെ മറ്റൊന്ന് അമാവാസി വരട്ടെ, പൗർണമി വരട്ടെ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച വരട്ടെ, ചൊവ്വാഴ്ച വരട്ടെ, ഇതൊന്നുമില്ല, അത് പാസ്സായി വന്നു എന്ന് പറഞ്ഞ അപ്പം തന്നെ ഞാനൊരു സ്വാമിക്ക് ഒരു കുരുതി, കാലത്ത് പറയുകയാണെങ്കിൽ വൈകിട്ടത്തെ പൂജയ്ക്ക് ഞാനൊരു കോഴി കുരുതി നടത്തി തരാം എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം അത് പാസ്സായപ്പോൾ ഉണ്ടായൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് ഇങ്ങനെ വെറുതെ അങ്ങനെ ജപിക്കാതിരിക്കുന്ന എൻ്റെ ഇടയിൽ പറഞ്ഞതല്ല, ഞാനത് അത്രയ്ക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്, വരാനുള്ളതൊന്നും വഴിയെ തങ്ങില്ല എന്ന് ഞാൻ പറയാറുണ്ടല്ലോ. ജാതകം ഒരിക്കലും തിരുത്തി കുടിക്കാൻ പറ്റില്ല. ഒരാളുടെ ജാതകം വരാനുള്ളത് വന്നേ ഭവിക്കുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ അനുഭവമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ കാര്യം. എനിക്കത് വരാനുള്ളതാണ്. ഞാൻ എങ്ങനെ നോക്കിയാലും ഞാൻ എല്ലാവരും ഉപദേശിക്കുന്ന ആളല്ലേ, എല്ലാവരും ഉപദേശിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ചെയ്യരുത്, സ്വാമിക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം, അത് എടുത്തു വെച്ചിട്ട് കൊടുക്കണം, സ്വാമിയോട് അപേക്ഷിക്കണേക്കാളും മുൻപ് നിങ്ങൾ കടം വാങ്ങിയിട്ടായാലും അത് വാങ്ങി വെച്ചിട്ട് വേണം സ്വാമിയോട് അപേക്ഷിക്കാൻ. സ്വാമി അത് തരുമ്പോൾ തന്നെ അത് കൊടുത്ത് അങ്ങനെ ഇടപാട് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണെന്നൊക്കെ എല്ലാവരും ഉപദേശിക്കണം. ഞാൻ വിട്ടുപോയിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, വിട്ടുപോയി അത് മനസ്സിലായോ ഇല്ല. ഞാനത് ആ കാര്യം പാസ്സായി വന്നപ്പോൾ പിന്നെ അതിൻ്റെ പിന്നാലെ പോയി. ഞാൻ എല്ലാവരോടും പറയണതാ, നിങ്ങൾ എന്തെങ്കിലും സ്വാമിക്ക് നേരുണ്ടെങ്കിൽ അത് വേഗം കൊടുത്തോളൂ. നിങ്ങൾക്ക് വല്ല കാശിൻ്റെ സാമ്പത്തിക പ്രശ്നമൊക്കെ ആണെങ്കിൽ അത് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോവും. അതേപോലെ തന്നെ ആ പറയുന്ന എല്ലാവരും ഉപദേശിക്കുന്ന അതേപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ അതിൻ്റെ പിന്നാലെ പോയപ്പോഴൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം പ്രശ്നങ്ങളായി, സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ ഓരോന്ന് വിറ്റുപോയി. ഞാൻ പണയം വെക്കാൻ നിന്നില്ല, എനിക്കറിയാം പണയം വെച്ചത് എടുക്കാൻ പറ്റില്ല എന്നുള്ള എൻ്റെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ സ്വർണം വിറ്റ് എല്ലാം വിറ്റു. ഡയമണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും വിറ്റില്ല, അത് മാത്രം അതൊക്കെ പണയം വെച്ചു. അതായത് അത് വിൽക്കാൻ പറ്റുന്നതല്ല, അതിൻ്റെ പേരിൽ ഡയമണ്ടും മുതലൊന്നും വിൽക്കാണ്ട് അതൊക്കെ പണയം വെച്ചു. ബാക്കി എല്ലാം പോയി എന്ന് പറഞ്ഞാൽ എല്ലാം പോയി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, തമിഴ് സിനിമയിൽ എല്ലാം സ്വാമിയായിട്ട് തന്നു, സ്വാമിയായിട്ട് തന്നെ എല്ലാം എടുത്തുപോയി. അപ്പോഴും ഇതെന്താ സംഭവം ഒന്നും മനസ്സിലായില്ല എന്ന്. ഞാൻ നാഴിക്ക് 4 പണം രാശി വെച്ച് നോക്കുന്നുണ്ട്, കാര്യങ്ങൾ നോക്കുന്നുണ്ട്, കാലത്ത് എഴുന്നേറ്റ് നോക്കുന്നുണ്ട്, വൈകിട്ട് നോക്കുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നത് നോക്കുന്നുണ്ട്, ഇതൊക്കെ നോക്കുന്നുണ്ട്. എനിക്കിതൊന്നും മനസ്സിലായില്ല. എന്നാൽ പ്രശ്നം വരുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഗുരുനാഥന്മാരോടും അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അവിടെ അമ്പലത്തിലത്തെ കാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അവിടെ സക്സസ് ആണ്. ഈ ഒരു സാധനം മാത്രം പിടികിട്ടുന്നില്ല, ഇത് എന്താണെന്നുള്ളത്. നമുക്കൊരാളുടെ ഇറക്കം വരുമ്പോൾ നമ്മളെ ഈ ഗ്രോത്ത് ഉണ്ടല്ലോ, എന്നിട്ട് ഈ ഷെയർ മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വരില്ലേ, യുദ്ധം വന്നപ്പോൾ ഇറങ്ങി എന്നൊക്കെ പറയണ പോലെ ഇറങ്ങി വരുമ്പോൾ നമ്മൾ വിചാരിക്കും മറ്റേ കാരണം കൊണ്ടാണ്, മറ്റേ കാരണം കൊണ്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ജപം കുറഞ്ഞത് കൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ബിസിയായി, ഇപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ പൂജയുടെ കാര്യത്തിൽ എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ കുറേ പഠിച്ച പണി 18 നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവണില്ല എന്ന്. മനസ്സിലായാലല്ലേ അത് തിരുത്താൻ പറ്റുക. ഇത് നിങ്ങൾക്കും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയണത്. താല്പര്യമുള്ളവർ കേൾക്കുക, അത് മനസ്സിലാക്കാമെന്ന് മാത്രം. അല്ലാണ്ട് ഇപ്പം ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് എനിക്ക് സെൻറ്റ് അടിക്കാനൊന്നല്ല. ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. എന്നിട്ടിത് വ്യക്തമായിട്ട് മനസ്സിലായത് എന്താ, ഇന്നലെയാണ് മനസ്സിലായത്. നാളെ അമാവാസ്യയാണ്, നാളെ സ്വാമിക്ക് ഒരു കുഴി അന്ന് കൊടുക്കേണ്ടത് നാളെ കോഴി കുരുതി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. എന്നാലും നാളെ സ്വാമിക്ക് കോഴി കുരുതിയൊക്കെ കൊടുത്ത് ക്ഷമാപണമൊക്കെ പറഞ്ഞ് ഒരു ഗണപതി ഹോമം, നാളെ ഗണപതി ഹോമം നടത്താൻ പറ്റില്ല. മറ്റന്നാൾ ഞാൻ അനിയനായിട്ട് സംസാരിച്ച് പനിയാൻ പറഞ്ഞു, അയ്യോ എനിക്ക് പറ്റുന്നില്ല. അവൻ എന്തായാലും മറ്റന്നാൾ ഒരു ഗണപതി ഹോമൊക്കെ നടത്തി അതിന് ശേഷം സ്വാമിയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇനി തടസ്സങ്ങൾ ഇതൊക്കെ പറഞ്ഞ് എല്ലാം കയ്യും കാലൊക്കെ പിടിച്ച്
സ്വാമി ശരിയാക്കുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും അറിവും ഇത്രയും കാര്യങ്ങളും എല്ലാവരും ഉപദേശിക്കുന്നത് എനിക്ക് പണി കിട്ടി, നല്ല പണി കിട്ടി. അതായത് സാമ്പത്തികം കഴിഞ്ഞില്ലേ. അപ്പോൾ അതല്ല ഇതിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരാളോട് ചോദിച്ചാൽ 1 ലക്ഷം 2 ലക്ഷം ചോദിച്ചാൽ തരുന്ന ആൾ പോലും ആൾക്ക് തരാനില്ലാണ്ടാവുക, അല്ലെങ്കിൽ ആൾക്ക് വേറെ എന്തെങ്കിലും ബിസി ആവുക, അല്ലെങ്കിൽ ആ വോയിസ് കേൾക്കാണ്ട് പോവുക, അല്ലെങ്കിൽ ആളത് മൈൻഡ് ചെയ്യാണ്ട് പോവുക, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. എൻ്റെ അനുഭവമാണ്. അതായത് എനിക്ക് ഗത്യന്തരമില്ലാണ്ട് ഞാൻ 2-3 പേരെടുത്ത് ഞാൻ ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ ചോദിക്കുന്ന 2-3 പേരുണ്ട്, ഗൾഫിലുള്ളവരാണ്. അവരെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ സമയം അത് കുഴപ്പമില്ലാത്ത സമയം ഞാൻ ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇട്ട് തരാറുണ്ട്. അവർക്ക് പോലും തരാൻ അതാണ് നമുക്ക് തകർക്കണം എന്ന് വിചാരിച്ചാൽ തരാനുള്ളവർ പോലും തരില്ല എന്ന് പറയുന്ന എൻ്റെ കാര്യം ഇതാണ്. പലരും പറയുന്നുണ്ട് എനിക്ക് സാമ്പത്തികം അവിടെ നിന്ന് കിട്ടാണ്ട് ഇവരിൽ നിന്ന് തരാണ്ട്, അവർ തരുന്നില്ല ഇവർ തരുന്നില്ല. അതായത് ദുരിതം വന്ന് കയറി ആർക്കും ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവത്തിലുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ പറയണത്. ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് വന്ന് അനുഭവിക്കുന്നേ തീരുള്ളൂ. ഇനിയിപ്പോൾ തരാനുള്ളവരൊക്കെ തന്ന നാളെയൊക്കെ ഞാൻ നാളെ എന്തായാലും കോഴി കാലത്ത് പൂജയ്ക്ക് കോഴിക്കുരുതിയൊക്കെ കൊടുത്ത് ക്ഷമാപണമൊക്കെ പറഞ്ഞ് സ്വാമിക്ക് എന്തെങ്കിലുമൊക്കെ ആക്കി ഇനി ആരെങ്കിലുമൊക്കെ സഹായിച്ചാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത്രയ്ക്കും ഗത്യന്തരമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. അതായത് തന്നതൊക്കെ തിരിച്ചു കൊടുത്തു. ആ സിനിമ കണ്ടാൽ മതി, നയൻതാരയുടെ എന്താ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, ഒരു ദേവിയായിട്ട് ഇപ്പം അടുത്തങ്ങോട്ട് വന്നിട്ടില്ലേ, അധികം വർഷമൊന്നും ആയിട്ടില്ലേ, പുതിയൊരു പടമാണ്. നായകൻ അത്രയ്ക്ക് വലിയ ഫേമസ് ഒന്നല്ല, എന്നാലും ഒരു ഇതുള്ളതാണ്. ഞാൻ ഈ ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു ആവശ്യത്തിന് ദൈവത്തിൻ്റെ കാരനായി കണ്ടതാണ്. ആ കണ്ടതിൽ അതന്നെ അവസ്ഥ. ഇത് ഞാനെന്നും ജപിക്കണതല്ലേ, ജപമൊക്കെ ഇത്തിരി കുറവാണ്. ഇപ്പോൾ കുറവാന്നല്ല, ഒരുപാട് കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ട് കുറേ പ്രവർത്തനങ്ങൾ നിർമ്മിതികളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ എല്ലാ മേൽനോട്ടം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യണത് ഞാനാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വന്നപ്പോൾ ഇത്തിരി ജപത്തിൽ കുറവുണ്ട്. പൂജ പറയില്ല, ചിലപ്പോൾ ഒരു മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വേഗം എങ്ങനെ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത്തിരി നേരത്തെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു പ്രശ്നമല്ലാണ്ട് ജപം വളരെ മോശമാണ്. മോശമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജപിക്കുമ്പോൾ നമുക്ക് വേറെ ചിന്തകളും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ, അതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ പറഞ്ഞു നീട്ടണമെന്നില്ല, ഇങ്ങനെയൊക്കെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു അനുഭവം വരാതിരിക്കട്ടെ. എല്ലാവർക്കും ലാലൂരിദാസനമൂർത്തികളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കരിങ്കുട്ടി സ്വാമിയേ, കരിങ്കുട്ടി സ്വാമിയേ, ദുരിതങ്ങൾ തീർക്കുന്ന വിഷ്ണുമായ സ്വാമിയേ, കരിങ്കുട്ടി സ്വാമിയേ, കരിങ്കുട്ടി സ്വാമിയേ, ദുരിതങ്ങൾ തീർക്കുന്ന വിഷ്ണുമായ സ്വാമിയേ, ലാലൂർ ദേവസ്ഥാന